മിക്ക വീടുകളുടെ അടുക്കളത്തോട്ടത്തിൽ ഒരു കറിവേപ്പെങ്കിലും നമ്മൾ നട്ട് വളർത്താറുണ്ട്. അപ്പോൾ കറിവേപ്പ് നല്ല കരുത്തോടെ വളരാനും അതേപോലെ തന്നെ കുനുകുനാ തൈകൾ ഉണ്ടായി വരാനും നമ്മൾ അടുക്കളയിൽ വേസ്റ്റാക്കി കളയുന്ന വെള്ളം വെച്ചിട്ട് ഒരു ടിപ്പാണ് കാണിച്ചു തരുന്നത്. വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ എന്താണെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ബക്കറ്റിലേക്ക് നന്നായിട്ട് പുളിപ്പിച്ചെടുത്ത കഞ്ഞിവെള്ളം, ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം കഞ്ഞിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇത്ര കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളമാണ്, നന്നായിട്ട് പുളിച്ചാണ് കേട്ടോ. അപ്പോൾ അതൊഴിച്ചു കൊടുക്കാം. ഇന്ന് അരി കഴുകിയ വെള്ളം അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ കഴുകി എടുത്തിരിക്കുന്ന വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിക്കൻ കഴുകിയ വെള്ളം ഇതേപോലെ കളയാണ്ട് എടുത്തു വയ്ക്കുക. ഇനി ഒരു ചിരട്ടയിൽ ഞാനിത് വൈക്കോല് കത്തിച്ച് എടുത്ത ചാരമാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ചിരട്ടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചിക്കൻ്റെ വെള്ളം ആയത് കാണാൻ ചിലപ്പോൾ ഉറുമ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ചാര എന്തിൻ്റെ വേണേലും ചാര ആകാം കേട്ടോ. ഞാനിപ്പോൾ വൈക്കോല് കത്തിച്ചത് ഉള്ളതുകൊണ്ട് അതെടുത്താണ്. അതൊന്നും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് പുളിച്ച കഞ്ഞിവെള്ളം ആയതുകൊണ്ട് ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 3-4 ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളം നല്ല കുറുകിയ കഞ്ഞിവെള്ളം കൂടെ ആയതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ലൂസാക്കിയെടുത്താണ്. ഇനി ഈ കറിവേപ്പിൻ്റെ ചുവടൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മണ്ണൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ റൗണ്ടിലൊന്ന് നന്നായിട്ടൊന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഈ നിലത്ത് നട്ടേക്കുന്ന കറിവേപ്പായതുകൊണ്ട് ചുറ്റിനും ഒരു തടം പോലെ എടുക്കുന്നത് നല്ലതാണ്. ഇതേപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പുറത്തേക്ക് ഇങ്ങനെ പോകാണ്ട് ഇരിക്കും. അപ്പോൾ ഒരു റൗണ്ടിലൊന്ന് മണ്ണെടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. അപ്പോൾ ചുറ്റിനും നന്നായിട്ട് മണ്ണ് ഇളക്കി ഒന്ന് റൗണ്ടാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ചുറ്റിനും കുറച്ചധികം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അത്രയും ആ റൗണ്ട് സ്പേസിന് ആ റൗണ്ടിൽ നന്നായിട്ടിത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ്റെ വെള്ളം ഒരു കാരണവശാലും കഴുകി കളയല്ലേ. ഇത് കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ കഞ്ഞിവെള്ളത്തിൽ ഞാൻ ഈ കാണിച്ച് തന്നേക്കുന്ന പോലെ മിക്സാക്കി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചെറിയ ചെറിയ തൈകളും വരും. കറിവേപ്പ് നന്നായിട്ട് വളരാനും സഹായിക്കുന്നതാണ്. പിന്നെ കറിവേപ്പ് വളർത്തുമ്പോൾ നമുക്ക് ഒരു മീറ്റർ ഹൈറ്റിൽ ആക്കി നിർത്തിയിട്ട് അതിങ്ങനെ അതിൻ്റെ തലപ്പിങ്ങനെ ഒടിച്ചൊടിച്ച് നിർത്തുക. പിന്നെ അതിൻ്റെ കിളിർപ്പൊക്കെ നുള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തഴച്ച് ലീഫൊക്കെ ഇഷ്ടം പോലെ വന്ന് നല്ല ബുഷിയായിട്ട് വളർന്നു വരികയും ചെയ്യും. അത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഈ വെള്ളം നമുക്ക് പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വഴുതന, തക്കാളി ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.